പച്ച മീനേ മീനേ മീന് മീനേ നല്ല പിടക്കണ മീനേ മീന് മീനേ വേണ്ടേ വേണ്ട വേണ്ടേ മീന് മീനേ വേണ്ട വേണ്ടേ നല്ല പിടക്കണ മീനേ വേണ്ട പറയുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു നല്ല പിടക്കണ മീനേ മീനേ മീന് മീനേ മീന് മീനേ അമ്മോ ഇതെന്തോന്ന് വിളി ചെകിട് പോണല്ലോ. എന്റെ പുന്നാരെ ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ ആൾക്കാർ ഇറങ്ങി വന്നില്ല. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടാ, ഈ കുട്ടയ്ക്കകത്ത് മീനൊക്കെ ഉണ്ടാ? ഉണ്ടാന്ന്, ഇത് നിറച്ച മീനല്ലേ. എന്നിട്ടാണ് വിളിക്കണത്. ഈ വിളി കേട്ടാ തോന്നുന്നു അറബി കിടക്കണ മീൻ ഇങ്ങനെ പുറന്ന് വന്നിന്റെ അകത്ത് കയറും. അല്ല വലിയ തമാശക്കാരനാണല്ലോ. അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ല മീന് വേണ്ടാന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മൾ ഈ വഴിയിൽ ആദ്യമാണ് ഇതുവരെ കൈനീട്ടം വിറ്റിട്ടില്ല, അത് കാരണമാണ് നമ്മൾ കയറി വന്നത്. അച്ഛാ അമ്മ വിളിക്കട്ടാ? അങ്ങളുടെ പേരെന്താ? പേരൊക്കെ മണി വലിയ പേരാണ് മോളെ. താഴത്തങ്ങാടി വലിയ വീട്ടില് അസംഗോയ മകൻ അബൂബക്കർ. സ്നേഹമുള്ളൊരു നമ്മൾ അബുക്കാന്ന് വിളിക്കും. ആട്ടെ മോക്കടെ പേരെന്താ? നമ്മുടെ ദൂരത്തിൽ വലിയ പേര് തന്നെയാ. നെയ്യാറ്റിങ്കര ശൂലംകുടി വീട്ടിൽ ബാലേന്ദ്രൻ തമ്പി മകൾ ശിവാനി ബാലേന്ദ്രൻ തമ്പി. സ്നേഹമുള്ളവര് നമ്മളെ ശിവാന്ന് വിളിക്കും. അല്ലോ നമ്മളെ കടത്തി പറ്റിയില്ല, അപ്പൊ നമ്മൾ ശിവാന്ന് വിളിക്കും. നമ്മൾ അബുക്കാന്ന് വിളിച്ചോളാം. അപ്പൊ സാറിന്റെ പേര് ബാലേന്ദ്രൻ എന്നാണ്? ബാലേന്ദ്രൻ തമ്പി അല്ലേ? എടേ മീൻ വാങ്ങില്ലേ? അയ്യോ മീൻ വേണ്ട. നമ്മുടെ അബൂക്കല്ലേ വാങ്ങ്. അബൂക്കേ? നമ്മുടെ അബൂക്ക രാവിലെ കൈനീട്ടം പോലെ വിറ്റിട്ടില്ലെന്ന്. ആണോ? എന്തൊക്കെ മീനുണ്ട്? അയിലുണ്ട്, ചാളയുണ്ട്, കേരയുണ്ട്. പച്ചയിലാണോ? പച്ചയില നമ്മളിപ്പൊ കാളമുക്കിന്ന് മേടിച്ചത്. നോക്കട്ടെ. ഇത് ആന്ധ്രന്ന് വന്ന അമോണിയോ ഇട്ടല്ല മോളെ, ഇത് ഒറിജിനൽ പച്ച. ഇത് കണ്ട ചോകാന്നിരിക്കണത്. എന്നാ പിന്നെ ഒരു 100 രൂപ കയ്യിലെടുത്തേക്ക്. 100 രൂപക്ക് എന്ത് കിട്ടാനാ മോളെ? 1 കിലോ അയിലക്ക് തന്നെ 240 രൂപയാണ്. 100 രൂപക്ക് 3 എണ്ണം കിട്ടൂല, 105 രൂപയാവും. ശരി നമ്മൾ തരാവാ. ചട്ടി എടുക്കട്ടെ? 100 രൂപ എടുത്തോ. വേറെന്താ മീനായിട്ടുള്ള? കേരയുണ്ട് മോളെ. ഇത് കണ്ട 1-ാം നമ്പർ കേര. ഇത് കണ്ട എന്താ മുതലിത്? അയലാക്കാൻ പൈസ സ്രാവ് ഉണ്ടാ ജോലി. കൊച്ച ചട്ടി എടുത്തോട്ടാ. അല്ല മോനെ, അന്റെ ഈ മുടി ഒറിജിനലാ? ഒറിജിനലാണ്. കണ്ട പവയപ്പുറ്റ് പോലെ ഉണ്ട്, പക്ഷെ അല്ല മൊഞ്ചട്ട്. താങ്ക് യു. വാ മോനെ, വാങ്ങിച്ചോ. വാ മോനെ. അല്ല 1-ാം നമ്പർ മീൻ 1, 2, 3 എണ്ണം 100 രൂപക്കായി. പക്ഷെ നമ്മള് നിങ്ങക്ക് 4 എണ്ണം തരും 100 രൂപ. അവിടെയാണ് അതിന്റെ കിടപ്പ്. കൈ കൊടുക്ക്, കൈ നീട്ടല്ലേ? അല്ല കുഴപ്പമില്ല. മോള് പോവല്ലേ? ഓളെ നമുക്ക് പെരുത്തി ഇഷ്ടമായി. ഇത് നമ്മുടെ വക സ്പെഷ്യലി. അത് മോള് പൊരിച്ചു. ചെല്ല് ചെല്ല്. പൂച്ചെടുത്തോട്ട് പോവാ നോക്കണേ. അടച്ചു പോയി ചെല്ല്. ഇതൊക്കെ സാറിന്റെ മക്കളാണ്. അയ്യോ ഇത് എന്റെ ഭാര്യ. അത് നമുക്ക് മനസ്സിലായി. ഇനി ഇത് ഇനിയുണ്ട്. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇത് ഇത്രയുണ്ട്. ചെല്ല്. അപ്പൊ മോളെ നമ്മൾ പോട്ടെ. പക്ഷെ എല്ലാ ദിവസവും ഒന്നും നമ്മൾ വരൂലട്ടാ. ആഴ്ചയിൽ 3 ദിവസം വരുവുള്ളൂ. പിന്നെ നമ്മളെ എപ്പോ വേണോന്ന് തോന്നണ അപ്പൊ നമ്മളെ വിളിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് കാർഡ്. ഇത് പേപ്പറിൽ എഴുതി വെച്ചിരിക്കണല്ലേ? അത് നോക്കണ്ട, നമ്മൾ പാവപ്പെട്ടോല്ലേ. നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ഇതാണ്. വെച്ചോ. വലിയ കമ്പനിയൊന്നും അല്ലല്ലോ. എപ്പോഴാണ് അബൂക്കെ വിളിക്കണം. കറക്റ്റ് മീനും കൊണ്ടുവരും. ശരി അബൂക്ക. അപ്പൊ നമ്മള് പോയിക്കോട്ടെ. ശരി ശരി. അത് സ്റ്റാൻഡ് നമ്മൾ തട്ടിത്തരാം. നിങ്ങൾ നമ്മുടെ കൂടെപ്പിറപ്പാണ്. അപ്പൊ ശരി, വിളിക്കാൻ നമ്മളെ മറക്കല്ലേ? ഇല്ല. ശരി, നമ്മൾ പോയിട്ട് വരാം. ഓക്കെ. ഒരു 50 രൂപയോട് ഒരു പിടുത്തത്തിന് 50 രൂപയാണ്. നാളെ ശരി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ. നല്ല മനുഷ്യല്ലേ? പ്രശ്നം നാറ്റോടാ? നാറ്റം ഇല്ല. നല്ലില്ല. ഞാൻ സോപ്പിട്ട് കഴിയാത്ത മീൻ വെട്ടിട്ടും വരിക. ആണ് എന്താണ് വല്ലാത്ത സ്മെല്ലുണ്ട്. എന്താണ് അത്? കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചീഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. അത് ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ മീൻ കട്ടിയതേ ഉള്ള. അടുപ്പി കയറ്റിയില്ലേ? തിളച്ചില്ലേ? വെന്തില്ലേ? കഴിക്കാറായില്ലേ? അല്ല, വേണമെങ്കിൽ അത് കറി വെക്കാം. വേണമെങ്കിൽ കറി വെക്കാം. അതാണ് പതുങ്ങണ്, വറക്കാൻ പറ്റില്ല. വറുത്താ പൊടിക്കും. ചീഞ്ഞ മീനായിരുന്നാ? ചീഞ്ഞാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം? ആരെങ്കിലും കൊണ്ട് കുട്ടാൽ ചീഞ്ഞ മീനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ എല്ലാം കൂടെ വാങ്ങിക്കും. 100 രൂപയ്ക്ക് 4 മീൻ പറഞ്ഞപ്പോ അള്ളി കമന്നങ്ങ് വീഴുന്നു. ഇത് ആര് പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഞാൻ മീൻ വേണ്ടെന്ന് പറഞ്ഞില്ല. നിങ്ങളല്ലേ പറഞ്ഞ നിർബന്ധിച്ച് മേടിപ്പിച്ച നല്ല മീനാന്നും പറഞ്ഞത്. ചീഞ്ഞ മീന്. എന്റെ ഫോൺ ഇറ. ഞാൻ അങ്ങനെ വിളിക്കിട്ട് ഇവിടെ കൊണ്ട് തേന പാലെന്നൊക്കെ പറഞ്ഞ് അടിച്ചേപ്പിച്ചിട്ട് ഫോൺ അവിടെ ഇങ്ങോട്ട്. അങ്ങനെ സോപ്പിട്ട് കഴിയതല്ലേ ഇപ്പൊ? നമ്പർ എവിടെ?
അയാൾ തന്ന പേപ്പർ ഇവിടെ ആ കയ്യിൽ ഞാൻ തന്നായിരുന്നു. എന്റെ കയ്യിലില്ല. ഇതോടെ അതിന് വേണ്ട, കുഴപ്പമില്ലെന്നേ, ഇനി നീ വിളിക്കണ്ട. തീരുമാനിക്കണം. 100 രൂപ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാകണം. 100 രൂപയാണ്. ഓ ഞാൻ കഷ്ടപ്പെട്ട് ആര് കഷ്ടപ്പെട്ടാലും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ അല്ലേ? അല്ല, വെറുതെ ഇനി അതിനും പറഞ്ഞ് ആ പാവത്തിന് ഇനി വെറുതെ വിഷമിപ്പിക്കണ്ട. ആളറിയാണ്ടെങ്ങനെ പറ്റിയതായിരിക്കും. ആ അതെ, പുള്ളിയെ കൊണ്ട് പച്ചായിരിക്കും കിട്ടിയതുള്ളൂ, പിന്നെ കൊണ്ട് നടന്നപ്പോഴത്തേക്ക് അത് ചീഞ്ഞു പോയിട്ടുണ്ടാവും. ഹലോ 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 അബുക്കല്ലേ? ഞാൻ ബാലുവാണ്, പാറമണി വീട്ടിൽ ബാലു. ഇപ്പം അവിടെ മീൻ കൊണ്ടുവന്നിട്ടില്ലേ, പോയില്ലേ? കുറെ ഒരു വലിയ കുടുംബം, 4-5 പിള്ളേരൊക്കെ ഉണ്ടായത്. അത് തന്നെ. ആ എൻ്റെ അബുക്ക് എന്തോന്ന് പണിയാണ് ഈ കാണിച്ചത്? 100 രൂപയ്ക്ക് 4 മീനങ്ങ് ലാഭത്തിൽ തന്നെ മൊത്തം ചീഞ്ഞു പോയിന്നേ. നീ അടുത്ത് കാണിക്കരുത് കേട്ടാ. ഇനി കൊണ്ടുവന്നാൽ ഞാൻ മറമണ ഒരു കാര്യം ഞാൻ പറയും. ഇനി ഈ വഴി പോയാൽ എൻ്റെ വീട്ടിലോട്ട് കയറണം. എൻ്റെ വീട്ടിലോട്ട് കയറണ്ട, അതിലോട്ട് വരാൻ വേണ്ട. പിന്നല്ലാതെ മൊത്തം ചീഞ്ഞളിഞ്ഞ ഇവിടെ കംപ്ലീറ്റ് നാറ്റാം. നീ അടുത്ത് കാണിക്കരുത്, ദ്രോഹത്തിനും ചെയ്യരുത് കേട്ടാ. ആ ഇവിടെ ഒന്ന് വായൊക്കെ അടിച്ചിട്ട് പോയാൽ വലിയ സഹോദരൻ എന്നൊക്കെ വായൊക്കെ അടിച്ചിട്ട് പോയല്ല. പിന്നെന്ത്? ഒന്നും പറയണ്ട എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. ഇനി ഇങ്ങോട്ട് വരണ്ട. എന്തിനാണ് ബലവരത്തെ വഴക്ക് പറയണത്? പിന്നെ അവിടെ പറയാതെ അങ്ങേര് ജീവിക്കാൻ വേണ്ടിട്ട്. അല്ല, പച്ചയായിരുന്നായിരിക്കും കിട്ടിയത്. ക്യാരം കൂടെ വെച്ച് തള്ളിയെങ്കിൽ മൊത്തം അളിഞ്ഞു പോയത്. അതും കൂടെ അളിങ്ങനെ. സാറേ, ബാലു സാറേ. നിങ്ങൾ വന്നാ? അച്ഛനെന്തേ മോളെ? അച്ഛാ അതെ മീനങ്ങൾ വന്നു. മീനങ്ങളാടി. അല്ല അച്ഛാ അതെ അബൂക്ക വന്നു. അച്ഛാ നല്ല പിടക്കണ മീനായിരിക്കും അല്ലേ? ഒട്ടും അഴിയയില്ല. അത് ഈ കച്ചവടത്തിന് ഒരു നേരും നെറിയുണ്ട്. അത് സ്വർണ്ണ കച്ചവടമാകട്ടെ, മീൻ കച്ചവടമാകട്ടെ, പൂക്കച്ചവടമാകട്ടെ, വാങ്ങണാക്കും വിൽക്കണാക്കും ഒരു തൃപ്തി വേണം. അതല്ല ചെയ്തത്. ഞാനൊരു കാര്യം പറയാം. ഈ ഏരിയയിൽ നിൽക്കായിരുന്നു ഒരൊറ്റ ആളൊരു മീൻ വാങ്ങിക്കാൻ പോകണില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാ ഇനി നമ്മളൊന്ന് പറഞ്ഞോട്ടെ. മോളെ, ഈ മീൻ ഫ്രിഡ്ജിൽ വെച്ചാ അതോ വെള്ളത്തിലിട്ട് വെച്ചാ? രണ്ടും ചെയ്തില്ല. ആഹാ, അത് ഐസിലാത്ത പച്ച മീനല്ലേ? ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ വെള്ളത്തിലിടണം. ആട്ടെ, എപ്പോഴേത് കൂട്ടാൻ വെച്ചത്? ഒരു 2.5-3 മണിക്കൂറായിട്ടുണ്ടാവും. വെറുതെ അല്ല, നിക്ക് മോളെ. ഇത് കേരയാണ്, 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. ഇത് പിടിച്ചോ. അല്ല, എത്ര രൂപ ഇതിപ്പോ? ഇത് നമുക്ക് കായൊന്നും വേണ്ട, നിങ്ങളിത് പിടിക്കത്. ഒറ്റ പ്രാവശ്യം നമ്മൾ വന്നോളെങ്കിലും ഇങ്ങനെ കുടുംബം നമുക്ക് വല്ലാതെ അങ്ങോട്ട് പിടിച്ച്. ഞാൻ എന്ത് പറഞ്ഞു? നല്ലൊരു മനുഷ്യനാണ്. എപ്പോ പറഞ്ഞു? അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഈ ചീഞ്ഞ മീനൊന്നും കൊണ്ടുവരൂല. നല്ലൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെന്താണ് പറഞ്ഞത്? നമുക്കെല്ലാം മനസ്സിലായി, ഒക്കെ മനസ്സിലായി. ശരി, നമ്മൾ പോട്ടെ. ശരി ഓക്കെ. അല്ല പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാ. അതിനി ഒരിക്കലേ ആകാം സാറേ. നമ്മുടെ വാപ്പ അസംഗോയ നാട്ടിലെ സത്യസന്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു. ഏതാണ്ട് നമുക്കൊരു 12 വയസ്സുള്ളപ്പോൾ നമ്മുടെ വാപ്പ മയ്യത്തായി. നമുക്ക് താഴെ 5 പെങ്ങന്മാരാണ്. 16 വയസ്സിൽ നമ്മൾ മീൻ കച്ചവടത്തിന് ഇറങ്ങി. വാപ്പാടെ നേലും നിറവും നമ്മൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. 5 പേരെയും കെട്ടിച്ച് നല്ലൊരു നിലയിലെത്തിച്ചു. ഇന്ന് നമ്മുടെ വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇനി ഒരിക്കൽ വരാം, പോട്ടെ. ജന്മം കൊണ്ട് നമ്മളൊരു മലബാറിയാണ്. അതിന്റെ സ്നേഹവും നന്മയും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇക്കെ കണ്ടപ്പോ തന്നെ ഞാൻ ഈ ഗേറ്റ് കിടന്ന് വന്നില്ലേ മീനും കൊണ്ട്, അപ്പൊ തന്നെ വിചാരിച്ച് ഇക്ക നല്ല മൊഞ്ചുള്ള കച്ചവടക്കാരാണ്. സത്യം. ശരി. പിന്നെ കാര്യം, ഈ മീനും നോക്കും. ഇതെങ്ങാനും കേടായി പോയാൽ ഫോൺ വിളിക്കുമ്പോൾ നെമ്മീൻ ചൂരായിട്ട് വരണം. നിങ്ങളൊരു വല്ലാത്ത ജാതി മനുഷ്യൻ തന്നെ. ശരി, നമ്മൾ പോട്ടെ. ശരി. നല്ല മനുഷ്യനാണ്. ഞാൻ ഈ കണ്ടപ്പോഴേ മനസ്സിലായി. എനിക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം മനസ്സിലാവും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം മനസ്സിലാവും. നല്ല മനുഷ്യനാണ്. ഒരാളെ മനസ്സിലാക്കാനേ കണ്ടാലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, കുറച്ചു കാലം പിടിക്കും. ഇത് ആര് സംശയം പിടിച്ചോ, വലിച്ചോ, വലിക്കാച്ചനെ പിടിക്കേ. വേണ്ട, വാ. മീൻ വെട്ടണ്ടേ ഇങ്ങോട്ട് ബരീന്ന്. വന്നാ എന്തുപറ്റി?
എന്തു പറ്റി അയ്യോ എന്തു പറ്റിയെന്ന് പറ ബാലു എന്തു പറ്റി ബാലു എന്തിനാ കരയണെന്ന് പറ ബാലുന്ന് വെറുതെ ടെൻഷൻ എടുപ്പിക്കില്ല പറവുന്ന കാര്യം ആരെങ്കിലും വിളിച്ചു അച്ഛൻ ആലോന്ന് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയാ എന്താ ക്ഷീണം പണിയെടുത്ത് ക്ഷീണിച്ചാ അമ്മ അത് നാളെ രാവിലെ എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണം പെട്ടെന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ ഒരു 6:30 എന്നെ എണീപ്പിക്കേണ്ടി വരും എണീപ്പിക്കോ മറക്കരുത് ഓക്കെ ഓക്കെ മോൾ അപ്പുറത്തോട്ട് വയ്ക്കാം അമ്മ ഇപ്പൊ വരാം പോയിക്കോ ഇപ്പൊ വരാം പോയിക്കോ ബാലു ഒന്ന് പറഞ്ഞെന്ന് ബാലു ഒന്ന് പറ എനിക്ക് ടെൻഷനായിട്ട് വയ്യാന്നേ എനിക്കിപ്പോ BP ഒന്ന് പറവന്ന് നേരത്തെ ആരെങ്കിലും വിളിച്ചോ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരാളെ വരും പക്ഷെ അതാണ് നമ്മള് ആലോചിക്കുമ്പോ പടവലത്ത് ബാലു പിള്ളേരടുത്ത് പറയരുത് അച്ഛാ ഓ അച്ഛാ പോന്ന് ഇപ്പൊ വന്നല്ലോ മക്കളെ അച്ഛൻ വന്നിട്ട് ഇവിടെ നിൽക്കുവായിരുന്ന കഴിക്കാൻ വല്ലതും മേടിച്ചത് ഇതെന്താ എന്താ അച്ഛൻ എന്തുകൊണ്ടാലും നിങ്ങൾ കഴിക്കൂലേ പിന്നെന്ന് അതെ ബഹളം ഉണ്ടാക്കരുത് കഴിക്കണം കേട്ടാ അതിന് ഞങ്ങളെപ്പോഴാ ബഹളം ഉണ്ടാക്കിയേ അല്ല നിങ്ങളിപ്പോ നിങ്ങളിപ്പോ അതിന് ഞങ്ങളെവിടെ പോരാ അല്ല അപ്പുറം പോയിരുന്ന കഴിക്കാൻ അങ്ങനെ പറയണ്ടേ പറ എന്താന്ന് പറ ടെൻഷനിപ്പിക്കല്ലേ എന്നെ കാര്യം പറയാൻ എനിക്ക് ദേഷ്യം വരണ്ടേ ഒന്നും പറയണ്ട ഞാനേ ആലുവന്ന് പണി കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് നവാസ് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണല്ലേ നവാസ് അവിടെ പണിതുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ എത്താൻ വേണ്ടി ഞാൻ നേരത്തെ ഇഞ്ഞ് പോന്നു അപ്പോൾ അവിടെ തൊട്ട് അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിൽക്കായിരുന്നു അപ്പോൾ വെള്ളം അവിടെ കുടിക്കാൻ ഇപ്പം വെള്ളം കുറച്ച് അപ്പോൾ ബസ് നോക്കി നിന്ന് അപ്പോൾ ഒരു ഫാസ്റ്റ് ബസ് വന്ന് ഞാൻ കൈ കാണിച്ച് നിർത്താതെ പോയി കുറേ ദൂരെ കൊണ്ട് നിർത്തി അപ്പം ഞാൻ പറയുന്നു ഓടി അടുത്തെത്തി അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് എന്നെ കയറ്റാതെ വണ്ടി അങ്ങ് വിട്ടുപോയി അതിനായിരുന്നോ അന്ന് വേറെ ബസ് കയറി പോയാ പോരായിരുന്നോ ബസ് കിട്ടില്ലെന്ന് പറഞ്ഞ കരണ്ടേതിനാ ബാലു വേറെ ബസ് വന്ന് പ്രൈവറ്റ് ബസ് വന്ന് പിന്നെന്താ പ്രശ്നം ഞാൻ കൈ കാണിച്ച് അതിൽ കയറി ടിക്കറ്റ് കൊടുത്ത് പിന്നെന്താ പ്രോബ്ലം പറന്ന് ഒരു 3 കിലോമീറ്റർ ചെന്നപ്പോ ആ ബസ് ഒരു പോസ്റ്റ് ഇടിച്ച് പതിന് പിടിച്ച് തകർന്ന് തലയായിട്ട് മറിഞ്ഞ് കിടക്കണ് ഞാൻ ഈ പ്രൈവറ്റ് ബസ് ഇരുന്നോട് കണ്ട് ഡ്രൈവറെ കണ്ടക്ടറെ ഒരു ആംബുലൻസ് കൊണ്ടുപോണ് ആ പട ബസ്സിൽ 3 പേരെ ഉണ്ടായിരുന്നു അതിൽ 2 പേര് മരിച്ചുപോയി 2 പേര് മരിച്ചു ഏത് കുടുംബത്തിലുള്ളവരായിരിക്കുമല്ലേ അവര് ആ വീട്ടുകാർ അവരെ കാത്തിരിക്കണ്ടാവില്ലേ ഞാൻ കൈ കാണിച്ചപ്പോ ആ ഫാസ്റ്റ് നിർത്തി ഞാൻ അതിൽ കേറിയില്ലല്ലോ ദൈവത്തോട് നന്ദി പറ കേറാൻ ഞാൻ കയറിയേക്കില്ല കേറിയില്ലല്ലോ അതിന് ദൈവത്തോട് നന്ദി പറ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കയറിയേക്കില്ല ഈ ആവിയൊന്ന് പിടിച്ചേ ദേ ആദ്യം പിടിച്ചുള്ള പനിയാ വാ അയ്യോ തുനിഞ്ഞിക്ക് നല്ലോണം അയ്യോ എന്തത് ഭയങ്കര ഇരുട്ടടി ഇരുട്ടാ കട്ടയിട്ട് കൂലിയിട്ട് അങ്ങോട്ട് എവിടെയോ കൊണ്ട് തന്നെ വലിച്ചു വെച്ചോണ്ട് പോകുമ്പോൾ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല ഇത് രണ്ടിലൊന്നും അറിയുന്നവരെ എനിക്കൊരു മനസ്സമാനമില്ല അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഒരു പിടിയില്ല ഇങ്ങോട്ട് കഴിഞ്ഞോട്ട് എന്താ അടിക്കണം അടിയടി കാണിച്ചപ്പോൾ ഫീൽ ചെയ്താ എനിക്കും ഫീൽ ചെയ്ത് അപ്പോൾ ഞാൻ ഉണ്ട് കേട്ടാ നിലുവേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ ആ ആക്സിഡന്റ് ബസ്സിൽ കയറി ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ കാണും മരിച്ചാൽ പിന്നെ എങ്ങനെ കാണാൻ പറ്റും എനിക്ക് ബോഡി ആത്മാവ് 3 ദിവസം കഴിഞ്ഞേ പോകുള്ളൂ എൻ്റെ ബോഡി ഞാൻ കാണും അതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ നീയൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയണമല്ല അച്ഛൻ എന്തോന്നൊക്കെയാ ചേച്ചി പറയണേ എടേ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഞാൻ മരിച്ചെങ്കിൽ നീ കാണുമായിരുന്നോ അതങ്ങനെ ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ ഇല്ല എന്നാണ് ചോദിച്ചത്
അതായത് മരിച്ചോ ഇല്ലെന്ന് എനിക്ക് കൺഫ്യൂഷൻ, അതാണ് ഞാൻ ചോദിച്ചത്. അച്ഛനിപ്പൊ കാണുന്നുണ്ട്. കാണുന്നുണ്ടാ? കഥ ഇതുവരെ ആയി. കഥയാ? അയ്യോ, ഒന്നും ആയില്ല. ഉള്ളതാ ഇല്ലാത്തതാ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബാലു ഒന്ന് നിർത്താവോ? ഇത് കുറേ ആയിപ്പോ. എടി സത്യം പറഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറിയ അതാ മരിച്ചെങ്കിൽ ഞാൻ ഉണ്ടാ ഇല്ലേ അതെനിക്ക് തോന്നണതാ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കയറിയും കൂടെ സ്ഥിതി ഞാൻ ആലോചിച്ച് നോക്ക്. ബെല്ലടിക്കണ്. അല്ല വാസി, എടാ നീ ജീവനോടുണ്ടാ? ആ ചത്ത? എന്തുപറ്റി? അല്ല ചീത്ത വിളിച്ച ആത്മാവിന് ഫീലിങ്സ് ആണോ? ആത്മാവിനെ ചീത്ത വിളിക്കല്ല ചേട്ടൻ, 2 അടിയാക്കണ്ട തരിക വേണ്ടത്. അച്ഛാ എന്ത് പ്രശ്നം കഴിഞ്ഞില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ? അല്ലെ മനസ്സ് കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചിട്ടാ കഷ്ടപ്പാടായിരിക്കും കേട്ടാ. അപ്പോൾ ഞാൻ ഉണ്ടെന്നങ്ങ് വിചാരിക്കാടെ. ഞാൻ ഉണ്ട്, എനിക്കൊന്നും പറ്റില്ല. ഞാൻ ഉണ്ട്. ആത്മാവേ വിശക്കണ്ട? വിശകരമുണ്ട്, പക്ഷെ എനിക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. അമ്മ ഇത് കയ്യിന്ന് പോയ മട്ടാണ് കേട്ടോ. സപ്പോസ് ആ ഫാസ്റ്റ് ബസ്സിൽ ഞാൻ കയറിയിരുന്നെങ്കിലോ? അതിന് അച്ഛൻ കേറിയില്ലല്ലോ അച്ഛൻ അതിനകത്ത്. എത്ര പറഞ്ഞു കേറിയില്ലെന്ന്. കയറിയിരുന്നെങ്കിലോ ചോദിച്ചത്. അമ്മ അടുക്കളയിൽ കുറച്ച് പാത്രം ഇല്ലേ, അത് ഞാൻ കഴുകി വെച്ചിട്ട് വരാം. അതൊക്കെ ഞാൻ കഴുകി വെച്ച്. എൻ്റെ ഒരു ദിവസം പോയി കിട്ടി. ഞാൻ കയറണമായിരുന്നല്ലടാ. എടാ അഥവാ ഞാൻ കയറി ഞാൻ തട്ടിപ്പോക്കി നീ എൻ്റെ ആണ്ടുപരി നേരെ നടത്തുമായിരുന്നടാ. നടത്തുവോ? നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ കേശുവിനെ അപ്പിക്കും, അവൻ കുഴപ്പിപ്പോവും. പിന്നെ എൻ്റെ ആണ്ടുപരി ആര് നടത്തൂടാ? അച്ഛാ എന്തോന്ന് വെച്ചാ അച്ഛൻ പറഞ്ഞു വന്ന് ഇപ്പൊ ആളും പോയി ആണ്ടും കഴിഞ്ഞു വരണം. പുറകോട്ട് ചിന്തിച്ചാലും മുന്നോട്ട് ചിന്തിച്ചാലും ഒരന്തവും കിട്ടുന്നില്ല. നിങ്ങളിവിടെ അന്തം വിട്ടിട്ടിരിക്കി, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഞാൻ ചത്ത് കിടന്നാൽ നീ പണിയെടുത്തോണ്ടിരിക്കോടി. നീലു അമ്മേ നനങ്ങി വാ നീലു. എന്താണ് കൽപ്പിച്ചാലും കേൾക്കാം. നിങ്ങളെല്ലാവരും എന്തായി? ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കും, തമാശ പോലെ കാണണേ. എന്താണ് നിങ്ങളുടെ കാര്യമായിട്ടുള്ള ചോദ്യം? ഞാൻ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ബാലു നിങ്ങൾ കാണും അടുക്കള ഒരു പണി നടന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ആ ജംഗ്ഷനിൽ ചെന്ന് ബാസിനെയും നവാസിനെയും കണ്ട് അവരായിട്ട് ഏതെങ്കിലും ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് വാ. അതൊന്നല്ലല്ലോ ഇവിടെ കാര്യം. ഞാൻ ചോദിച്ചൊരു ഉത്തരം എന്താ? എന്റെ സംശയം തീർത്ത എന്നാൽ എനിക്ക് മനസ്സിലാവാനാവും. അച്ഛൻ ചോദിക്കച്ചാ, അതിനനുസരിച്ച് ഞങ്ങൾക്ക് പറ്റുന്നത്ര മറുപടി എന്താ വെച്ചാൽ തരാം. ഇടയിൽ ഞാൻ ഫാസ്റ്റ് ബസ്സിൽ കൈ കാണിച്ച് അത് നിർത്താതെ ഒരു 3 മീറ്റർ അപ്പുറത്ത് നിർത്തി. ഞാൻ അത് പിടിക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നപ്പോൾ അതിൽ ഒരാൾ ഇറങ്ങി എന്നെ കയറ്റാതെ പോയി. അപ്പോൾ നിങ്ങൾ കാണിക്കും അച്ഛന് കയറില്ലല്ലോ നിങ്ങൾ പറയും. പക്ഷേ കയറിയെങ്കിലും എന്തായിരുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. കയറിയെങ്കിലും എന്തായിരുന്നു? നിനക്കിന്ന് ജോലിക്ക് പോണ്ടേ? പോണം. ചെല്ല് പോ. 10ലല്ലേ പഠിക്കണേ? പഠിക്കാനൊന്നുമില്ല നിനക്ക്? പോയിരുന്ന് പഠിക്കടാ. അടുക്കള പോയി എന്നെ സഹായിക്കും. ചെല്ല്, ഞാൻ ഇപ്പോൾ വരാം അങ്ങോട്ട്. പോകുമ്പോഴേ ആ കൊച്ചിനെ കൊണ്ടുപോ, ABC പഠിപ്പിച്ചു കൊടുക്കുക. അതിന് അതിനേക്കാളും നല്ലത് അച്ഛന് സംശയം തന്നെ. ഒന്ന് തരിഞ്ഞാനങ്ങോട്ട്. കൂടേണ്ട കുറച്ച്. ഉത്തരം കിട്ടിയില്ല. എടാ ആരെങ്കിലും കൊണ്ട് പറഞ്ഞിട്ട് പാടേ. എൻ്റെ ഒരു മനസ്സമാനത്തിന് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാ? സത്യം പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റണില്ല. നിങ്ങളെ ശബ്ദം നോക്കിയിട്ടാണ് ഞാൻ ഈ പറയണത്. എവിടെയാണ് നിൽക്കണത്? എടാ നിനക്ക് കാണാൻ പറ്റണണ്ടാ? അച്ഛൻ എവിടെ നിൽക്കണമെന്ന് കാണാൻ പറ്റണണ്ടാ? ഒരു ഏകദേശം ശബ്ദം എവിടെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഉത്തരം പറയുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് ഇപ്പൊ കേട്ടത്? എവിടെയാണ് ഇപ്പൊ ഉള്ളത്? അയ്യോ അച്ഛനെ കണ്ടോ? അയ്യോ അച്ഛാ അച്ഛാ അച്ഛോ ഞങ്ങളുടെ അച്ഛനെ കണ്ടോ? അച്ഛോ അമ്മ അച്ഛാ അച്ഛനെ അച്ഛാ കണ്ടോ? ഒരു ഹായ് പറഞ്ഞ അച്ഛാ. അച്ഛാ ഒന്നും പറയാ. എന്തെങ്കിലും പറ അച്ഛോ. എന്തെങ്കിലും മിണ്ടച്ചാ? പണവരെ കൂട്ടങ്ങളെ കൂടുതൽ കളിച്ചണ്ടല്ലേ? മിണ്ടായിരിക്കും. പിന്നെ കുറെ നേരം കൊണ്ട് സഹിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന അടവുണ്ടല്ലോ, ഇനി അത് വേണ്ട. ആർക്ക് വേണ്ടി സ്നേഹം? ആർക്ക് വേണ്ടി സ്നേഹം? പടവരെ കൂട്ടാൻ നമ്മളെ ആർക്ക് വേണ്ടി സ്നേഹം? ഇതാ ഫാസ്റ്റ് ബസ്സിന് കയറി പോകുന്ന തന്നെയായിരുന്നു നല്ലത്. ഞാൻ ഇല്ലെങ്കിൽ നീക്ക് എന്ത് വരുന്നടി? കാണിച്ചാലടി. അച്ഛൻ കണ്ട ഈ അച്ഛൻ കിടക്കണണ്ട. അച്ഛൻ
അമ്മ അച്ഛൻ ഇവിടെ മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുവായിരുന്നു. എന്താടാ പറയണത്? ആ എന്താ ഈ മുണ്ടും പൊതച്ച് മൂക്കി പഞ്ഞിയും വെച്ച് ഇവിടെ കിടക്കുവായിരുന്നു അച്ഛൻ. എന്നിട്ട് എവിടെ? പുറത്താ ഈ അച്ഛനെ കൊണ്ട് ഒരു കഷ്ടോടെ. ഇതോടെ പോയി. അയ്യോ അമ്മ, അച്ഛൻ കാക്കയായി. അച്ഛൻ കാക്കയായിന്ന്. ആ അതെന്തായാലും നന്നായി. ഇനിയിപ്പോ വല്ലപ്പോഴും ഭക്ഷണം ഇട്ട് കൊടുത്താൽ മതിയല്ലോ, കൊത്തിപ്പറക്കി തിന്നോളൂ.